സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. ഒന്നാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഒന്നാം ഘട്ടത്തിൽ തലസ്ഥാന ജില്ലയിലും ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അവസാന കണക്കുകൾ അനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ 67.42% പോളിംഗ്. കോർപ്പറേഷനിൽ 58.24% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന ജില്ലയിൽ ഭേദപ്പെട്ട പോളിംഗ് എന്നാണ് മുന്നണികളുടെ വിലയിരുത്തൽ. അവസാന കണക്കുകൾ അനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ 67.4% പോളിംഗ്. കോർപ്പറേഷനിൽ 58.24% പോളിംഗ് രേഖപ്പെടുത്തിയത്. മുനിസിപ്പാലിറ്റിയിൽ നെയ്യാറ്റിൻകരയാണ് കൂടുതൽ പോളിംഗ് നടന്നത്, 70.36%. വർക്കല മുനിസിപ്പാലിറ്റിയിലാണ് കുറവ് വോട്ട് രേഖപ്പെടുത്തിയത്, 66.39%. ആറ്റിങ്ങലിൽ 68.87%, നെടുമങ്ങാട് 70.28% പോളിംഗും നടന്നു. ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് പെരിങ്കടവിള ബ്ലോക്കിലാണ്, 73.94%. വർക്കല ബ്ലോക്കിലാണ് കുറവ് വോട്ട് രേഖപ്പെടുത്തിയത്, 68.65%. മറ്റ് ബ്ലോക്കുകളിലും ഭേദപ്പെട്ട പോളിംഗ് നടന്നു. കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടന്നില്ല. പ്രചാരണ ഘട്ടത്തിലെ ആവേശം അണുവിട കുറയാതെയാണ് LDF പ്രവർത്തകർ വോട്ടെടുപ്പ് പ്രവർത്തനത്തിലും പങ്കാളികളായത്. സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും മികച്ച സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യവും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വാർഡുകളിൽ വിജയം നേടുമെന്നാണ് LDF കണക്കുകൂട്ടൽ. വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതിനാൽ ചിലയിടങ്ങളിൽ വോട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. മാണിക്കൽ പഞ്ചായത്ത് തലയൽ വാർഡ് 2-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറായതിനെ തുടർന്ന് 45 മിനിറ്റ് വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. നിശ്ചിത സമയത്തിന് ശേഷവും ഏതാനും ഇടങ്ങളിൽ വോട്ടിംഗ് നീണ്ടു. വോട്ടിംഗ് അവസാനിക്കുന്ന 6-ന് വരിയിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചു. 13-ന് ജനവിധി അറിയാം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.